പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോക്ക്, റോമൻ റെയിൻസ് തുടങ്ങിയ ബ്ലഡ് ലൈൻ്റെ സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സ്മാക്ഡൗൺ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റ് കൂടാതെ മറ്റ് അപ്ഡേറ്റുകൾ ഈ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ സാധിക്കില്ല. അത് ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ പങ്കുവെക്കുന്നതാണ്. നമുക്ക് ആദ്യം ആ ഒരു സെഗ്മെൻറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ റോക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റിങ്ങിലേക്ക് വരുന്നു. പതിവ് പോലെ റോമൻ റെയിൻസ് ക്രൗഡ് അദ്ദേഹത്തെ അക്നോളജ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങുന്നു. പക്ഷേ അവർ അങ്ങനെ അക്നോളജ് ചെയ്യുന്നതായിട്ട് റോമൻ റെയിൻസിന് തോന്നിയില്ല. പിന്നീട് ഒരു ബ്രേക്കിന് ശേഷം റോക്ക് റിങ്ങിലേക്ക് വരുന്നതും റോക്ക് പതിവ് പോലെ ആ ഒരു ഓഡിയൻസിനെ കളിയാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കളിയാക്കാനുള്ള കാരണം അവരെല്ലാം കോഡി റോഡ്സിൻ്റെ ഫാൻസ് ആണെന്ന് കരുതിക്കൊണ്ടാണ് റോക്ക് കളിയാക്കുന്നത്. പിന്നീട് റോക്ക് എന്തിനാണ് ഈ ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നു. കോഡി റോഡ്സിൻ്റെ ചലഞ്ചിനോടുള്ള ഒരു മറുപടി റോക്ക് പറയുന്നുണ്ട്. ആ ഒരു ചലഞ്ച് കോഡി റോഡ്സ് ഒരു സിംഗിൾസ് മാച്ചിന് വേണ്ടിയിട്ടാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ റോക്ക് പറയുന്നത് കോഡി റോഡ്സിന് ഒരു സിംഗിൾസ് മാച്ച് കിട്ടില്ല, അതിനുള്ള അർഹത കോഡി റോഡ്സിനില്ല. പകരം റസൽമേനിയ 40 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ റോക്കും റോമൻ റെയിൻസും ടീമായിക്കൊണ്ട് കോഡി റോഡ്സും സെത്ത് റോളിൻസും എതിരാളികൾ, അതായത് ഒരു 2-on-2 ടാഗ് ടീം മത്സരം റൂമേഴ്സിൽ പറഞ്ഞതുപോലെ ആ മത്സരത്തിൽ കോഡി റോഡ്സിൻ്റെ ടീം വിജയിക്കുകയാണെങ്കിൽ റസൽമേനിയ 40 രണ്ടാമത്തെ ദിവസത്തിലെ റോമനും കോഡിയും തമ്മിലുള്ള മത്സരം അതിൽ ബ്ലഡ് ലൈനിലെ ആരും ഇൻ്റർഫിയറൻസ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകാമെന്ന്. ഇനി അഥവാ റോക്കിൻ്റെ ടീമാണ് ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ മത്സരം ബ്ലഡ് ലൈൻ റൂൾസ് ആയിരിക്കും. എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ ബ്ലഡ് ലൈൻ്റെ റെസ്ലേഴ്സിന് വരാൻ സാധിക്കും. അവരെ മെമ്പേഴ്സ് വന്ന് കോഡി റോഡ്സിനെ ആക്രമിക്കാൻ സാധിക്കും എന്നുള്ളൊരു റൂളാണ്. അതിന് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു മാച്ച് എഗ്രി കളിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളത് റോക്ക് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം റോക്കിൻ്റെ ക്യാച്ച് പ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്ത് റോക്കിനെ റോമൻ റെയിൻസ് തടയുന്നുണ്ട്. എന്നിട്ട് റോമൻ റെയിൻസ് പറയുന്നത് റോക്കിനോട് റോമൻ റെയിൻസിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് റോക്ക് സമ്മതിക്കുന്നു. റോക്കിൻ്റെ ട്രൈബൽ ചീഫാണ് റോമൻ റെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിനെ റോക്ക് അക്നോളജ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇരുവരും ഹഗ് ചെയ്ത് നിർത്തുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗമാണ് സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. വമ്പൻ മാച്ചും അതിന് വമ്പൻ സ്റ്റിപ്പുലേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ ഏത് ടീമാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ സ്റ്റോറി ലൈനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിലൂടെ ഞാൻ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.